കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉൽപ്പത്തിയുടെ പുസ്തകം 18-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യത്തിൽ, പൊടിയും വെണ്ണീറുമായ ഞാൻ കർത്താവിനോട് സംസാരിപ്പാൻ തുനിഞ്ഞുവല്ലോ എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, വിശ്വാസികളുടെ പിതാവ് എന്ന് പേർ ലഭിച്ച അബ്രഹാം പിതാവ് തൻ്റെ സഹോദരപുത്രനായ ലോത്തിൻ്റെ കുടുംബവും അവൻ താമസിച്ചിരുന്ന സ്ഥലനിവാസികളും അഴിക്കപ്പെടാൻ പോകുന്നു എന്ന് ദൈവത്തിൽ നിന്ന് വെളിപ്പാട് ലഭിച്ചപ്പോൾ ദൈവസന്നിധിയിൽ തൻ്റെ സഹോദരൻ സഹോദരൻ്റെ പുത്രൻ നശിക്കുവാൻ പാടില്ല എന്ന് അവിടെ ചെന്ന് ദൈവസന്നിധിയിൽ പക്ഷപാതം ചെയ്ത് പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ പറയുന്ന ഒരു വാക്കാണ്, പൊടിയും വെണ്ണീറുമായ ഞാൻ യഹോവയോട് സംസാരിപ്പാൻ തുണിഞ്ഞു എന്ന്. പ്രിയ ദൈവമക്കളെ, നമുക്ക് ചുറ്റും നമ്മുടെ സഹോദരങ്ങൾ നശിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ കണ്ണു മുമ്പേ നാം കാണുന്നു. പക്ഷേ പറഞ്ഞു എന്ന് അവർ കേൾക്കുന്നില്ല എന്ന് പറയുന്നവരുമുണ്ട്. പക്ഷേ നമുക്ക് പറയുമ്പോൾ അവർ കേട്ടില്ല എങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള കടമ, അവർ നശിച്ചു പോകരുത്, അല്ലെങ്കിൽ അവർക്ക് ഒരു നാശവും വരാൻ പാടില്ല, ഒരു ദോഷവും വരാൻ പാടില്ല എന്ന് നാം പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ കടമയായിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി എത്രത്തോളം പക്ഷപാതം ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരു രക്ഷയിലോട്ട് വന്നത് 2002-ലാണ്. അപ്പോൾ 2002-ൽ ഞങ്ങൾ ഒരു ആത്മീക സഭയിൽ ആരാധനയ്ക്ക് പങ്കെടുക്കുവാൻ തുടങ്ങിയ ആ ഒരു ദിവസം മുതൽ എൻ്റെ ഹസ്ബൻഡ് തൻ്റെ 4 സഹോദരങ്ങൾക്ക് വേണ്ടിയും കൈപൊക്കി പ്രാർത്ഥിക്കുമായിരുന്നു. തൻ്റെ മകൻ്റെ 20 വർഷത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ഈ ലോകത്ത് വിട്ടുപോയത്. പക്ഷേ ഇതുവരെയും ആരും ആ ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നില്ല എങ്കിലും കർത്താവ് അവരെ സ്വർഗരാജ്യത്തിൽ കൊണ്ടുപോകും എന്ന് ഞങ്ങൾ വിശ്വസിച്ചിരുന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. പ്രിയ ദൈവ പൈതലേ, നമുക്ക് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു കടമ ഉണ്ട്. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ സമശിഷ്ടങ്ങളായ ഞങ്ങളുടെ സഹോദരങ്ങൾ കർത്താവെ ഒരിക്കലും നശിച്ചു പോകുവാനോ അല്ലെങ്കിൽ കർത്താവെ ഈ ലോകത്തിൽ നിന്ന് കർത്താവ് ഓട്ടം തികയ്ക്കുമ്പോൾ കർത്താവെ നിത്യനരകത്തിൽ പോകുവാൻ ഇടയാകാതെ ദൈവരാജ്യത്തിൽ വന്ന് ഒത്തുകണ്ട് സന്തോഷിപ്പാൻ തക്കവണ്ണം ഓരോരുത്തരെയും നീ രൂപാന്തരപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വർഷങ്ങളായി കർത്താവെ തങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അയൽവാസികൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും കർത്താവെ ഈ മെസ്സേജിൽ കൂടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ സമയം കർത്താവ് എൻ്റെ കുടുംബത്തിന്മേൽ ഒരു ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി പകർന്നയച്ച് ആ കുടുംബത്തെ കർത്താവ് മുഴുവനും രക്ഷയിലേക്ക് കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ രാജ്യത്തിൽ കർത്താവ് വരുന്നവരെ വഴി നടത്തണം. ഇവിടെ കണ്ണുനീരുകൾക്കും വേദനകൾക്കും കർത്താവ് ഇന്ന് തന്നെ ഒരു മറുപടി നൽകിക്കൊടുത്ത് ദൈവമേ നിൻ്റെ വലത് കരം പിടിച്ച് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.